നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ RCB വേഴ്സസ് മുംബൈ നാളെ നടക്കാൻ ഇരിക്കുന്ന മത്സരത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രിവ്യൂ ആണ്. RCB വേഴ്സസ് മുംബൈ ഒരു മാച്ച് ഇതിനു മുമ്പ് നടന്നത്, അതിൽ RCB ജയിച്ചിരുന്നു. മുംബൈ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ട്, ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞ മാച്ചിൽ ക്യാപ്റ്റൻ അല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചെറിയ വിപ്ലവകരമായ ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത്. ഒരു വിൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. RCB സംബന്ധിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു മൊമെന്റം അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പല മിഡിൽ ഓർഡറിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓപ്പണിങ്ങിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു മാച്ച് RCBയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. മുംബൈയെ സംബന്ധിച്ച് ഇനി ഒരു പ്ലേ ഓഫിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നം മാത്രമാണ്. എങ്കിൽ പോലും മുംബൈക്ക് ഈ ജയം കൊണ്ട് അവരുടെ ഒരു മൊമെന്റം, അല്ലെങ്കിൽ അവർ അടുത്ത സീസണിലേക്കെങ്കിലും പോകുമ്പോൾ അവരുടെ ഈ ഒരു മുന്നോട്ട് പോകുമ്പോൾ ഉള്ളവരുടെ ടീമിന്റെ ഒരു കൾച്ചറിനും എല്ലാത്തിനും ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മുംബൈക്ക് വിജയം വളരെ അനിവാര്യമാണ്. എന്തായാലും നമുക്ക് ഇതൊരു പുതിയ വെന്യൂലാണ് ഈ കളി നടക്കുന്നത്. നമുക്ക് പിച്ച് കണ്ടീഷൻസിലേക്ക് വരാം. അരുൺ ബ്രോ, കളി നമ്മൾ RCBയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലും പുതിയൊരു ഗ്രൗണ്ടിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻസ് RCBക്ക് എങ്ങനെയായിരിക്കും അത് RCB ബാധിക്കുന്നത്? അതെ, RCBയുടെ രണ്ടാമത്തെ ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റായ്പൂരാണ് കളി നടക്കുന്നത്. റായ്പൂരിലെ ആദ്യത്തെ IPL കളിയാണെന്ന് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നടക്കാൻ പോകുന്നത്. എന്തുപോലെ ഈ സീസണിലെ ആദ്യത്തെ കളിയാണ് നടക്കാൻ പോകുന്നത്. റായ്പൂരിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ബൗണ്ടറീസ് ലോങ് ആണ്. അവിടെ 70 to 75 മീറ്റേഴ്സ് ലെങ്ത് ആയിരിക്കും സ്ട്രെയിറ്റ് ബൗണ്ടറീസ്. സ്ക്വയർ ബൗണ്ടറീസ് കമ്പാരിറ്റീവ്ലി 60 to 65 മീറ്റേഴ്സ് ആയിരിക്കും എയ്തർ സൈഡ്. അതേകൂട്ട് തന്നെ കവർ ബൗണ്ടറീസ് എന്ന് പറയുന്നത് 58 to 62 മീറ്റേഴ്സ് ആയിരിക്കും. അതായത് കവർ ബൗണ്ടറീസ് കമ്പാരിറ്റീവ്ലി അടുത്തായിരിക്കും. അപ്പം ആ ബൗണ്ടറി ലെങ്കിൽ തന്നെ നമുക്കറിയാം ആ പിച്ചിൻ്റെ ഒരു ഡയമെൻഷൻ എങ്ങനെയാണ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. ഹൈ സ്കോറിംഗ് വെന്യൂ ആണെന്ന് പറയാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രൂ സർഫസാണ്. ഡീസൻറ്റ് ബൗൺസും ക്യാരിയും ഉണ്ട്. അതുകൊണ്ട് സ്ക്വയർ ബൗണ്ടറീസ് കമ്പാരിറ്റീവ്ലി അടുത്താണ്. അത് കളി മുന്നോട്ട് പോകും തോറും സർഫസ് കൂടുതൽ ഫ്ലാറ്റ് ആവുകയും ബാറ്റ്സ്മാന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും ചെയ്യും. ആകെപ്പാടെ അവിടെ ബോൾ ഇച്ചിരി ത്രെട്ട് ആവുന്നത് ന്യൂ ബോളിൽ ഫസ്റ്റ് ഇനിഷ്യൽ ഫേസിൽ മാത്രമായിരിക്കും. പിന്നെ അതും നെഗ്ലക്റ്റ് ആവും. അതിലെല്ലാം ഉപരി ഡ്യൂ എന്ന് പറയുന്നത് അവരുടെ വലിയൊരു ഫാക്ടറാണ്. ഇവിടെ റീസെൻ്റായിട്ട് അവസാനം നടന്നൊരു കളി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ന്യൂസിലാൻഡ് T20, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ എങ്ങാണ്ടായിരുന്നു കളി അവിടെ നടന്നിരുന്നത്. അന്ന് ന്യൂസിലാൻഡ് 208 അടിക്കുകയും മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ 15 ഓവറിൽ തന്നെ 209 ചേസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു റൺ സ്കോർ തന്നെ നമുക്ക് അറിയാം, അത് കാണുമ്പോൾ അറിയാതെ ഒരു ഹൈ സ്കോറിംഗ് ഗ്രൗണ്ടാണെന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ടീമും ഒരിക്കൽ ഇതിനു മുമ്പ് കളിക്കുകയുണ്ടായി. അത് വാങ്കഡയിലായിരുന്നു കളി. അന്ന് ടോസ് കിട്ടി ഹർദിക് പാണ്ഡ്യ ബോൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്തു. അന്ന് ബാറ്റ് ചെയ്ത RCB 240 പോസ്റ്റ് ചെയ്യുകയും മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ MI 222-ന് 20 ഓവർ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ പെർഫോമൻസ് മാൻ ഓഫ് ദി മാച്ച് ആയത് ഫിലിപ്പ് സോൾട്ട് ആയിരുന്നു. 78 റൺ അടിച്ചു 36 പന്തിൽ നിന്ന്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഹർദിക് പാണ്ഡ്യ 40 അടിച്ചു 22 പന്തിൽ നിന്നും. അതേകൂട്ട് തന്നെ റുദർഫോർഡ് 71 അടിച്ചു 21 പന്തിൽ. ബോളിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കമ്പാരിറ്റീവ്ലി ആകെ പഠിച്ചിട്ട് മെച്ചമായിട്ട് എറിഞ്ഞത് കൃണാൽ പാണ്ഡ്യ മാത്രമാണ്. 4 ഓവർ 26 ഒരു വിക്കറ്റ്, 6.25 എന്ന് പറഞ്ഞ എക്കോണമി. അപ്പം അങ്ങനൊരു കളിയുടെ കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. പിന്നെ അന്ന് കളിച്ച ടീമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് രണ്ട് ടീമുകളും ഇപ്പോൾ കളിക്കുന്നത്. അവരുടെ പ്ലേയിങ് ഇലവനിൽ നല്ല ചേഞ്ചസ് രണ്ട് ടീമിലും ഉണ്ടായിട്ടുണ്ട്. RCBയിൽ അത്ര ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? മുംബൈയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. RCBയിൽ എനിക്ക് തോന്നുന്നു ഓപ്പണിംഗിൽ ഫിൽസോൾട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു ചേഞ്ച്. വേറെ എന്താണ്? അന്ന് റസിഖ്ദാർ സലാം അല്ലായിരുന്നു ബോളർ, അന്ന് വേറെ ബോളറായിരുന്നു. അതേകൂട്ട് തന്നെ അന്ന് ഹെയ്സൽവുഡ് ഇല്ലായിരുന്നു. ജേക്കബ് ഡർഫി ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഫിലിപ്പ് സോൾട്ട് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ RCBയെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. അപ്പോൾ ഈ ഫിൽസോൾട്ടിന്റെ ഒരു അഭാവം എന്താണ്? അതിന് അവർ ഇനിയും ബെത്തലിനെ ട്രൈ ചെയ്യോ, അതോ എന്തെങ്കിലും ഒരു ബാറ്റിങ്ങിന്റെ കോമ്പിനേഷൻ മാറ്റാനുള്ള ചാൻസ് ഉണ്ടോ? RCB ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബെത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അല്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാലും പുള്ളി ഒരു മിഡിൽ ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. കൂടുതലും സ്പിന്നേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന ഒരു മിഡിൽ ഓവർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു ബാഡ്ജാണ് പുള്ളിക്കുള്ളത്. പുള്ളി അങ്ങനെ ഒരു പ്രൂവൺ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അല്ല. ഓപ്പണിംഗ് കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ RCB വന്ന വഴി നോക്കി കഴിഞ്ഞാൽ 6 കളിയും ജയിച്ചത്, 6 കളി ടോട്ടലി ജയിച്ചിട്ടുണ്ട്. അത് 4 കളി ബാറ്റിംഗ് സെക്കൻഡും 2 കളി ബാറ്റിംഗ് ഫസ്റ്റും ആയിരുന്നു. അതായത് ഇനിഷ്യൽ ഫേസസിൽ RCBക്ക് ഒരു ടോട്ടൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ സ്ട്രഗിൾ ആയിരുന്നു. അതും ഈ പടന്നോട്ടൊരു മിഡിൽ ഓർഡർ കൊളാപ്സ് ഉണ്ടായിട്ടുണ്ട്. കൊളാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മിഡിൽ ഓർഡർ ഭയങ്കര തിന്നായിട്ട് തോന്നും. ടോപ്പ് ഓർഡർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ കളി ഫിനിഷേഴ്സിൻ്റെ കയ്യിലോട്ട് പോവുക. ഒരു മിഡിൽ ഓർഡർ എന്ന് പറയുന്ന സെഗ്മെൻറ്റേ ഇല്ല. കഴിഞ്ഞ കളിയാണെങ്കിൽ തന്നെ അവർ 104-2 എന്നുള്ള രീതിയിൽ നിന്നിട്ട് 112, അതായത് 8 റണ്ണിന് എടുക്കുന്നതിനിടയ്ക്ക് തന്നെ 4 വിക്കറ്റ് അവരെ പോയി.
പിന്നെ ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് എൻ്റെ സ്ക്രീൻ ഇപ്പോൾ വിസിബിൾ ആയിട്ടല്ല. പക്ഷെ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ തന്നെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. അഥവാ ഈ ഒരു ഇഷ്യൂ മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ ഓൺ ആവുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അരുൺ ബ്രോ എന്തായാലും കണ്ടിന്യൂ ചെയ്തു ബ്രോ. അപ്പോൾ ആ മിഡിൽ ഓർഡർ ഇൻകൺസിസ്റ്റൻസി എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളിടത്താണ് ആർ സി ബിയുടെ വിജയവും പരാജയവും തീരുമാനിക്കുക. ഇപ്പോൾ ജേക്കബ് ബദൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് സ്ട്രോങ് ആയിട്ട് ബെഞ്ചിൽ ഇരിപ്പുണ്ട്. സേ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിന് പകരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദേവദത്ത് പടിക്കൽ ഓപ്പണിംഗ് ഇറങ്ങുകയാണ് അലോങ് വിത്ത് വിരാട് കോഹ്ലി. ഈ വൺ ഡൗൺ വേണമെങ്കിൽ ബെത്തലിന് കളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വൺ ഡൗൺ വെങ്കടേഷ് അയ്യറിന് കളിക്കാം, ബെത്തലിനെ പുറത്തിരുത്തിക്കൊണ്ട് കോക്സിനെ ഇറക്കാം. അപ്പോൾ ജിതേഷ് ശർമ്മയെ നമുക്ക് പുറത്തിരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മിഡിൽ ഓർഡറിന് സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അവർക്കുണ്ട്. അത് ഈ തവണ അവർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ വലിയ പണി മേടിക്കും. അതെ അതെ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആർ സി ബി അങ്ങനെയുള്ളൊരു ചേഞ്ച് ചെയ്യുമെന്ന്. കാരണം ആർ സി ബിയുടെ ഒരു കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഇത് വെച്ചിട്ട് അവർ ആ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും, അതിൽ നിന്ന് ഫിക്സ് ചെയ്യാനായിരിക്കും ഒരു പക്ഷേ മിക്കവാറും അവർ ശ്രമിക്കുന്നത്. ബത്തലിനെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ കോമ്പിനേഷൻ ഉടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ബത്തല് സോൾട്ടിന് പകരം വരുമ്പോൾ ഒരു ഓവർസീസ് ഓപ്പണർ, പിന്നെ അതിനുശേഷം വരുന്ന 2 ഇന്ത്യൻ ബാറ്റ്സ്മാർ, അതിനുശേഷം വരുന്ന വിക്കറ്റ് കീപ്പർ, അതിനുശേഷം ടിം ഡേവിഡ് ആൻഡ് ഷെപ്പേഡ് എന്ന് പറയുന്ന അവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ആ കോമ്പിനേഷൻ ഇവർക്ക് മാറ്റേണ്ടതായിട്ട് വരും ഈ പറയുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഈ ഒരു എക്സിസ്റ്റിംഗ് കോമ്പിനേഷൻ ആർ ഒരു സി ബി രീതിയിലും അവർക്ക് ബെനിഫിറ്റിലാവുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ജിതേഷ് ശർമ്മയുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 8ആണ്, സ്ട്രൈക്ക് റേറ്റ് 108, ആകെ 3 6ഉം 5 4ഉമേ അടിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് ബത്തലിൻ്റെ ആണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 10ആണ്, സ്ട്രൈക്ക് റേറ്റ് 138. ഓക്കെ, ആ ബെത്തൽ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ അവിടെ കൊണ്ടുവരുന്നത് എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കൊടുക്കാനാണ്. അത് 4 ഇന്നിങ്സിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പിന്നെയും ചാൻസസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള ഉപരി ഇതൊരു ബിസിനസ് സെൻ്റാണ്. ഇപ്പോൾ ഇത് ഭയങ്കര ഡിസൈസീവ് ആയിട്ടുള്ളൊരു കളിയാണ് ആർ സി ബിയെ സംബന്ധിച്ച്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ അവർ 50% ക്വാളിഫൈ ആവുകയും ഇത് തോറ്റു കഴിഞ്ഞാൽ 50% പുറത്തു പോകാൻ വരെ ചാൻസ് ഉള്ള കളിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ടൈമിൽ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. അത് ഈസിലിയാണ്. ബത്തലും ജിതേഷ് ശർമ്മയും പുറത്തു പോവുക മിനിമൽ ഇമ്പാക്റ്റിൽ എടുക്കാൻ പറ്റും. ജിതേഷ് ശർമ്മയും ബത്തലും പുറത്തിരുത്തിക്കൊണ്ട് വെങ്കടേഷ് അയ്യറിനെയും കോക്സിനെയും കൂടെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവർക്ക് ഇപ്പോൾ. അതിനെ വെച്ചിരുന്ന ഇതിൽ കൂടുതലാക്കരുത് എന്നുള്ളതുള്ള എൻ്റെ അഭിപ്രായം. അല്ല, അതിനകത്തൊരു ചെറിയ ട്വീക്ക് ഒരുപക്ഷെ അവർ ചെയ്താലോ. ഒരുപക്ഷെ ദേവദത്ത് പടിക്കലിനെ ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് ബത്തലിനെ നമ്പർ 3യിലേക്ക് കൊണ്ടുവന്നാലോ. കാരണം ബത്തൽ ഒരു നമ്പർ 3 ബാറ്റ്സ്മാൻ ആണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന് കളിക്കുമ്പോൾ. സോ ഇപ്പൊ ഓപ്പണിംഗിൽ ഫോം ആവാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കോമ്പിനേഷൻ ഒരുപാട് ചേഞ്ച് ആക്കാതെ അവർക്ക് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റിയാലോ. അതല്ല അവരുടെ വലിയ പ്രശ്നം. അവരുടെ വലിയ പ്രശ്നം അതിലും വലുത് ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു കീപ്പറിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. 8ആണ് പുള്ളിയുടെ ഈ 10 ഇന്നിങ്സിൽ നിന്നുള്ള ആവറേജ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ടോപ്പ് ഓർഡർ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല കളി ജയിക്കാത്തത്. എന്താണ് അവരുടെ പ്രശ്നം എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് വേണം റെക്ടിഫൈ ചെയ്യാൻ. അവരുടെ പ്രശ്നം ഓപ്പണിംഗ് എക്സ്പ്ലോസീവ് ആവുന്നില്ല എന്നുള്ളതല്ല. ഓപ്പണിംഗ് എക്സ്പ്ലോസീവ് ആവാത്ത കളിയിൽ അവർ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തോറ്റു പോയിട്ടുള്ളത്. അവരുടെ മിഡിൽ ഓർഡറിൽ കളി നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനെ പരിഹരിക്കാനാണ് കോക്സ് എന്ന് പറഞ്ഞൊരു അഡീഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കോക്സ് എന്ന് പറഞ്ഞ ഒരു ഫോറിൻ പ്ലെയർ ആയതുകൊണ്ട് ജിതേഷ് ശർമ്മയ്ക്ക് വരുമ്പോഴത്തേക്കിന് ബത്തൽ പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ അവർ റൊമാരിഷ് എപ്പോഴും കോമ്പിനേഷൻ മാറ്റത്തില്ല. എനിക്ക് അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. ആർ സി ബി അങ്ങനെ ചെയ്യുന്നത്. കാരണം എനിക്ക് 1% പോലും അങ്ങനെ അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിപ്പോവും ആർ സി ബി കൊണ്ടുവന്നത്. അതും ഒരു എൻഡ് ഓഫ് ദി സീസൺ അങ്ങനെ ഒരു ചേഞ്ച് പറ്റിയിട്ട് അതൊരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. ഇപ്പൊ ജിതേഷ് ശർമ്മയെ തന്നെ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അവർ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യേണ്ട ഭാഗം അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ബാക്കി അവർക്ക് വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. ഇനി ബ്രോ പറഞ്ഞ പോലെ ജിതേഷ് ശർമ്മയെ മാറ്റി വേറൊരാളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ പൊളിഞ്ഞു പിന്നെ അവർക്ക് തിരിച്ചുവരവ് ഉണ്ടാവാത്ത രീതിയിലായിപ്പോ. അതുകൊണ്ട് തന്നെ ആർ സി ബി അങ്ങനെ ഒരു ചേഞ്ച് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരേപോലെയാണ് 8 റൺ എടുക്കാൻ വേണ്ടി എന്തിനൊരു ബാറ്റ്സ്മാൻ, വാട്ട് മേക്സ് എ ഡിഫറൻസ്? അതെ, അവിടെ പക്ഷെ അത് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജിതേഷ് ശർമ്മ വരുമ്പോ ഒരു വിക്കറ്റ് കീപ്പർ മിഡിൽ ഓർഡറിൽ വരേണ്ടി വരും. ആർ സി ബി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞ വിക്കറ്റ് കീപ്പറിനെ മിസ് ചെയ്യും. അത് വലിയ ഫാക്ടർ. അതിൽ എനിക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജിതേഷ് ശർമ്മ എടുത്തുള്ള ക്യാച്ചസ് അൺബിലീവബിൾ ആണ്. അതിന് യാതൊരു രീതിയിലും എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. 8 ആവറേജിൽ ഒരാളെ പിന്നെയും ടീമിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്റെ പ്രോബ്ലം അതല്ല. ഇതുകൊണ്ട് ജിതേഷ് ശർമ്മയെ മാറ്റുന്നത് കൊണ്ട് ബാക്കിയുള്ള ബാറ്റിംഗ് ഓർഡറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയും അങ്ങനെ വരുത്തുന്നത് ബാക്കിയുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിന് തകരാറ് സംഭവിക്കുക എന്നുള്ളതാണ് എന്റെ പേര്. ബാറ്റിംഗ് ഓർഡറിൽ പോലും മാറ്റം വരുത്തേണ്ട കാര്യമില്ല.
അതാണ് പറഞ്ഞ മിനിമൽ ഇമ്പാക്ട് എന്ന് പറയാനുള്ള കാര്യം ഇതാണ്. ബാറ്റിംഗ് ഓർഡറിൽ പോലും അല്ല മാറ്റം വരുത്തേണ്ട അപ്പൊ കാര്യമില്ല. അപ്പൊ ആര് ഓപ്പൺ ചെയ്യും? എയ്തർ ഓപ്പൺ ദേവദത്ത് വിരാട് പടിക്കൽ കോഹ്ലിയുടെ അല്ലെങ്കിൽ കൂടെ വെങ്കടേഷ് ആരായിരിക്കും അയ്യർ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നത്? ചെയ്യും. ദേവദത്ത് പടിക്കൽ ഓപ്പൺ ചെയ്താൽ ദേവദത്ത് പടിക്കൽ നമ്പർ 3 എന്ന് പറഞ്ഞ് ദേവദത്ത് പടിക്കലിന്റെ അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെങ്കടേഷ് മാറത്തില്ലേ? അയ്യർ ഓപ്പൺ ചെയ്യാം. കൊൽക്കത്തയ്ക്ക് ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ഓപ്പൺ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ബാറ്റ്സ്മാനാണ്. അല്ല അപ്പൊ രണ്ടുപേരും, സെയിം അതായത് നമ്പർ ജിതേഷ് 4 ശർമ്മയും സെയിം നമ്പർ 4 തന്നെ വെങ്കടേഷ് കോക്സിനെ അയ്യറിനെ നമുക്ക് കളിപ്പിക്കാം. സെയിം, അതായത് ജിതേഷ് ശർമ്മ കളിക്കുന്ന പൊസിഷനിൽ കോക്സിനെ കളിപ്പിക്കുകയും ഓപ്പണറായിട്ട് വെങ്കടേഷ് അയ്യറിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതെ, അത് പറയുമ്പോൾ ബാക്കിയുള്ള പൊസിഷൻസ് ഒന്നും മാറുന്നില്ല, ശരിയാണ്. എങ്കിൽ പോലും എനിക്ക് ആ കാരണം ഒരു അങ്ങനെ ഓപ്പണിംഗിൽ ഒരു കൊണ്ടുവന്നാൽ ഒരു ഓവർസീസ് അഡ്വാൻറ്റേജ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ റൊമാരിയോ ഷെപ്പേർഡ് എറിയുന്ന ഒരു ഓവർ അതിനകത്ത് നിന്ന് വെങ്കടേഷ് അയ്യറിനെ രക്ഷപ്പെടുത്താൻ പറ്റും. റൊമാരിയോ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ ബാറ്റ്സ്മാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. റൊമാരിയോ ഷെപ്പേർഡ് പറഞ്ഞ ബോളർ 102 ബോൾ എറിഞ്ഞിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. 220 റണ്ണാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. എക്കോണമി എന്ന് പറഞ്ഞാൽ 13 കൂടുതലാണ്. 5 വിക്കറ്റുമേ എടുത്തിട്ടുള്ളൂ. മനസ്സിലായി? അതും ഒരു പരിധി വരെ വെങ്കടേഷ് അയ്യറിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. മനസ്സിലായി? തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ ഈ ചേഞ്ച് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് നടപടി ആഗ്രഹിക്കുന്നത് അത് ആവുന്നൊന്നുമല്ല. ആ അതെ അതെ. നടപടി ആവത്തില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ജിതേഷ് ശർമ്മ, ദേവദത്ത് പടിക്കൽ ആൻഡ് രജത് പട്ടീദർ അവരുടെ കഴിഞ്ഞ വർഷത്തെ വിന്നിംഗ് കോമ്പിനേഷന്റെ കോറാണ്. അപ്പൊ അത് അവർ ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. എന്തായാലും നമ്മൾ ആ വിഷയത്തിൽ കൂടുതൽ സ്റ്റിക്ക് ചെയ്യണ്ട, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ബോളിംഗിലേക്ക് വരുമ്പോൾ RCB ഇപ്പോഴും സെറ്റ് തന്നെയാണ്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ബോളിംഗിനകത്ത് ഇല്ല 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 കോമ്പിനേഷനകത്ത് യാതൊരു ഇതുമില്ല. ഇല്ല. ഇനി ആകെപ്പാടെ നമുക്ക് കഴിഞ്ഞ മുംബൈയുടെ 2 കളികളിൽ രസീദാർ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും പുള്ളിയുടെ എക്കോണമി എന്ന് പറയുന്നത് 9.2 ഉള്ളൂ. ഞാൻ നോക്കി 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതും വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത് കറക്റ്റ് മിഡിൽ ഓർഡറിൽ വന്ന് ബ്രേക്ക് ത്രൂ കൊടുത്തിട്ടുണ്ട് കളിക്കുന്ന കളികളെല്ലാം. കഴിഞ്ഞ 1-2 കളികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹീസ് ഡൂയിങ് റിയലി ഗുഡ് എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അതുകൊണ്ട് ആ ചേഞ്ച് ഞാൻ നോക്കി ഓക്കെ, കാണുന്നില്ല. ബോളിംഗ് ഓർഡറിൽ യാതൊരു ടച്ചും വരുന്നില്ല. ബോളിംഗിൽ ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയിലും അതുപോലെ തന്നെ, മുംബൈക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ രാജ് അങ്കഡ് ബാവ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ അവർ കളിപ്പിക്കുന്നുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ എനിക്കൊരു ചെറിയ ഒരു ഇത് തോന്നുന്നത്. ബാക്കിയെല്ലാം അവർക്ക് സൂര്യകുമാർ യാദവും ഈ കളിയിൽ ഇല്ല, ഒരുപക്ഷെ തിലക് വർമ്മ ക്യാപ്റ്റൻ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഒരു ഗോസിപ്പ് കേൾക്കുന്നുണ്ട്. അങ്ങനെ അത് സംഭവിക്കും. ഹർദിക് പാണ്ഡ്യയുടെ ബാക്ക് സ്പ്രെയിൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ് ബാവ മാറിയിട്ട് നേരെ ഹർദിക് പാണ്ഡ്യ വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ അപ്പുറവും മോശമായി കിടക്കുകയാണ് മുംബൈയുടെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ഓർഡർ എക്സ്പ്ലോസീവ് ആവുന്ന കളികൾ മാത്രമേ അവർ ജയിക്കുന്നുള്ളൂ. ഒരു കളി തിലക് വർമ്മ സെഞ്ചുറി അടിച്ചു, ആ ഒരു കളിയും ജയിച്ചു GTക്കെതിരെ. അതല്ലാതെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് അവരുടെ പ്ലേയിങ് 11 നിന്ന് വരുന്നില്ല. അവർക്കും അടി കിട്ടിയത് അനാവശ്യമായിട്ടുള്ള കോമ്പിനേഷൻസ് ട്രൈ ചെയ്തിട്ടാണ്. ടോപ്പ് ഓർഡർ ഒരുപാട് ചേഞ്ചസ്, അപ്പ് ആൻഡ് ഡൗൺസ് എന്നുള്ള ഒരു ഇപ്പം ഒരു അവരൊരു രമൺദീർ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ ഫിനിഷറായിട്ട് തന്നെ കളിപ്പിക്കേണ്ടതിന് 1 ഡൗൺ കൊണ്ടുവന്നു. അപ്പം നമ്മൾ പറഞ്ഞ ബോൾസ് പെർ ബൗണ്ടറി എന്നുള്ളൊരു കാര്യവും ഡോട്ട് ബോൾസിൻ്റെ പെർസെൻറ്റേജും പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോകളിൽ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുത്തി. ഇപ്പോൾ തിലക് വർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 10 ഇന്നിങ്സിൽ നിന്ന് ആകെ 195 റണ്ണേ അടിച്ചിട്ടുള്ളൂ. അതിലൊരു സെഞ്ചുറി ഉണ്ട്. ഈ 195 റണ്ണിനകത്തിൽ തിലക് വർമ്മയാണെന്നുണ്ടെങ്കിൽ 204 റണ്ണ് 132 പന്തിൽ നിന്ന്, അതിലൊരു സെഞ്ചുറി ഉണ്ട്. ആ സെഞ്ചുറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 100 റണ്ണേ 9 ഇന്നിങ്സിൽ നിന്ന് അടിച്ചിട്ടുള്ളൂ. മനസ്സിലായി? ബാക്കി 9 ഇന്നിങ്സ് ഇത് 10 പുള്ളിയുടെ ആവറേജ്. ഈ സെഞ്ചുറി ഉൾപ്പെടെ അപ്പോഴും പുള്ളിയുടെ ആ ആവറേജ് എന്ന് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ 22 ഉള്ളൂ. അതേ മറിച്ച് സൂര്യകുമാർ ഫിനിഷിംഗ് എന്ന് യാദവ് പറയുന്ന ഒരു നോക്കിക്കഴിഞ്ഞാൽ ഏരിയയിൽ അപ്പോഴും പ്രശ്നം കിടക്കുകയാണ്. അതെ, സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു ബാറ്റ്സ്മാനിലേക്ക് ചെല്ലുവാണെങ്കിൽ സൂര്യകുമാർ യാദവ് 195 റൺ അടിച്ചിരിക്കുന്നത് 134 പന്തിൽ നിന്നാണ്. ആവറേജ് എന്ന് പറയുന്നത് വെറും 19. ഹാർദിക് പാണ്ഡ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ഇന്നിങ്സിൽ നിന്ന് 146. അവർ ഫിനിഷറാണ്, അത് ചിന്തിക്കണം. 146 റൺ അടിച്ചിരിക്കുന്ന ഇത്ര 107 108 ബോളിൽ നിന്നാണ്. അവിടെയും ആവറേജ് 20. കഴിഞ്ഞ വർഷത്തെ ഒരു ടൂർണമെന്റിൽ ഇവർ കൺസിസ്റ്റൻസ് ആയിട്ട് കുറേ കളികൾ ജയിച്ചു. അന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ്റെ കൺസിസ്റ്റൻസി. പുള്ളി അന്ന് 20 പ്ലസ് 25 പ്ലസ് 30 25 30 പ്ലസ് സ്കോർ കണ്ടിന്യൂസ്ലി 7 കളികളോ 8 കളികളോ അടിച്ചു റെക്കോർഡ് വിട്ടു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ബലം. ആ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിക്കാൻ വേണ്ടി ഇപ്പോൾ ആരും അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ടോപ്പ് ഹെവി ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഇന്ത്യൻ കോറിൻ്റെ ആവറേജ് ലെസ് ദാൻ 20 ആണ്. 3 പേരുടെയും. ഒരാൾ 19.8, ഒരാൾ 20, ഒരാൾ 20.25, അത്ര മറ്റേ ഉള്ളൂ ഇത്രയും ഈ ടൂർണമെന്റിൽ. അതിലൊരു സെഞ്ചുറി ഉൾപ്പെടുന്നുണ്ട്. ഫിനിഷറായിട്ട് അവർ റുദർഫോർഡിനെ കൊണ്ടുവരണം. വിൽ ജാക്സൺ നല്ലതാണ്. ഹി ക്യാൻ ഗീവ് അറ്റ്ലീസ്റ്റ് 1 or 2 overs ആൻഡ് ഹി ക്യാൻ ഫിനിഷ് അറ്റ് സർ. അത് ഇന്ത്യൻ പിച്ചസിൽ അത് കാണിച്ചു തന്നതാണ് വിൽ ജാക്സൺ വേൾഡ് കപ്പിൽ. വിൽ ജാക്സൺ ആണ് കഴിഞ്ഞ കളിയിൽ അവരുടെ ഫിനിഷറായിട്ട് ഉണ്ടായിരുന്നത്. വിൽ ജാക്സൺ
അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ്. അപ്പോൾ രോഹിത് ശർമ്മ വന്നത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം, അവർ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം മുംബൈയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും ഹർദിക് പാണ്ഡ്യ കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ സൂര്യ ഇല്ലാന്നുണ്ടെങ്കിൽ ആര് ക്യാപ്റ്റൻ ആവുന്നുള്ളത് മാത്രമേ ഉള്ള ഒരു കൺഫ്യൂഷൻ. സൂര്യകുമാരും ഹർദിക് പാണ്ഡ്യയും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബുംറയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ബുംറ ഈസ് ട്രൈങ് ടു മച്ച്. അതിപ്പോൾ കഴിഞ്ഞ കളികൾ ഇത്ര നോക്കിക്കഴിഞ്ഞാൽ ബുംറ ഒരു ഓവർ എഫേർട്ട് ഇട്ടിട്ട് നോ ബോളൊക്കെ എറിയ 3-4 എറിയുണ്ടായി. കാരണം അതിലൊരു വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിൽ ആരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബ്രേക്ക് വേണ്ടത് ആ ടീമിൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുംറയാണ്. അത് സൂര്യകുമാർ യാദവ് എനിക്ക് തോന്നുന്നു പെറ്റേണിറ്റിയിലാണെന്ന് തോന്നുന്നു, കുഞ്ഞുണ്ടായതും ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് ടീമുകൾ തമ്മിലുള്ള ഇത് കോമ്പിനേഷൻ. വേറെ മാച്ചപ്സ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള കളികളിലൊക്കെ മാച്ചപ്സ് പറഞ്ഞതാണല്ലോ. മാച്ചപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാന് 750 ഉണ്ട് RCBക്കെതിരെ കഴിഞ്ഞ 33 ഇന്നിങ്സിൽ നിന്നും. അതുകൊണ്ട് തന്നെ ബുംറ എന്ന് പറഞ്ഞ ബോളർ 5 തവണ വിരാട് കോഹ്ലിയെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 18 ഔട്ടിങ്സ്. അതുകൊണ്ട് അതേ ബുംറ തന്നെ ദേവദത്ത് പടിക്കലിനെ 2 തവണ ഔട്ടാക്കിയിട്ടുണ്ട്. ദേവദത്ത് പടിക്കലിന് ബുംറയ്ക്കെതിരെ ആകെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 70 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം മുംബൈക്കെതിരെ ഹേസൽവുഡ് കളിച്ചപ്പോൾ 2 ഓപ്പണേഴ്സിന്റെ വിക്കറ്റും എടുത്തത് ഹേസൽവുഡാണ്. ഈ കഴിഞ്ഞ കളിയല്ല, കഴിഞ്ഞ കളി ഡെർഫി ആയിരുന്നു. ലാസ്റ്റ് ടൈം ഹേസൽവുഡ് കളിച്ചപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, അതേ കൂട്ട് തന്നെ ഹേസൽവുഡ് 2 തവണ സൂര്യകുമാർ യാദവിനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 26 ബോൾസ്. അതും നല്ല ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ മാച്ചപ്സ് ആയിട്ട് നടക്കാനുള്ള ചാൻസസ്. ചിന്തിക്കാൻ പറ്റുന്നത് ഇനിയിപ്പോ ഒരു ചാൻസസ് പറയണം, കണ്ടിന്യൂ ചെയ്തോട്ടോ. ഈ പറഞ്ഞതാണ് ഇതിനകത്തിൽ പറയത്തക്ക രീതിയിലുള്ള മാച്ചപ്സ്. പിന്നെ ഈ ലൈൻ ആൻഡ് ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ മുംബൈ ബാറ്റ്സ്മാൻ കൊണ്ട് ഓഫ് സൈഡ് എക്സ്പ്ലോർ ചെയ്ത ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സെഞ്ചുറി അടിച്ചപ്പോൾ പോലും റിക്കിൾട്ടൺ ആകെ 2 ബൗണ്ടറി ഓഫ് സൈഡിലോട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത്ര ലെഗ് സൈഡ് ഡോമിനൻ്റ് ആണ്. അതേപോലെ തന്നെ രോഹിത് ശർമ്മയും വളരെ ലെഗ് സൈഡ് ഡോമിനൻ്റ് ആണ്. അതേ കൂട്ട് തന്നെ പിന്നെ വരുന്ന സൂര്യകുമാർ യാദവിനെ ഓഫ് സൈഡ് ട്രാപ്പിൽ ഒരുക്കിയാണ് ഈ കഴിഞ്ഞ 3 കളികൾ ഔട്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പിന്നെ വരുന്ന തിലക് വർമ്മയും. അപ്പോൾ അവരൊക്കെല്ലാം മോസ്റ്റ് പ്രോബബ്ലി ഒരു ഓഫ് സൈഡ് ട്രാപ്പ്, ഒരു വൈഡ് ലെങ്ത് അല്ലെങ്കിൽ 3 to 4 സ്റ്റംസ് എന്നുള്ള രീതിയിൽ, ഔട്ട് സ്വിംഗ് എന്നുള്ള രീതിയിലായിരിക്കും ഓപ്പറേഷൻ ഉണ്ടാവുക. നേരെ മറിച്ച് കോഹ്ലി കഴിഞ്ഞ ദിവസം കോഹ്ലിയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എക്സ്പ്ലോസ് ചെയ്തു. അത് തന്നെ അവരും ശ്രമിക്കും. അതാണ് ബേസിക്കലി രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലെങ്ത് പാരാമീറ്റേഴ്സ് എടുത്തു പറയണം. എഡ്ജ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ? ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ എഡ്ജ് ഈ പറഞ്ഞ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ RCB നല്ലൊരു എഡ്ജ് ആയിരിക്കും. അവരുടെ മിഡിൽ ഓർഡർ ഈ ചേഞ്ചസ് വരുത്തിയാൽ I'll go with RCB. വരുത്തുവാണെങ്കിലും വരുത്തിയില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ RCBക്ക് തന്നെയാണ് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉള്ളത്. കാരണം ഇപ്പോൾ മുംബൈ ഒരു കളി പെർഫോം ചെയ്തെന്ന് വെച്ചാൽ അതൊരു മൊമെൻ്റമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മുമ്പ് അവരങ്ങനെ തിരിച്ചു വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമുക്കൊരു മൊമെൻ്റമായിട്ട്, വിന്നിങ് മൊമെൻ്റമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ട് ടീമും ഏകദേശം സമാനാവസ്ഥയിൽ തന്നെ ഉള്ളത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് RCBക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ഉള്ളതായിട്ട് തന്നെ എനിക്കും തോന്നുന്നത്. അതെ 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 ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ വിഷ്വൽസ് കട്ടായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വ്യൂവേഴ്സ് ഒന്ന് ക്ഷമിക്കുക. കാരണം ഇവിടെ നല്ല ഇടിയും മഴയും പെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി, ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇനിയുള്ള മാച്ചിൻ്റെ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ കാണുന്നതിന് വരെ വീണ്ടും നമ്മൾ അരുൺ ബ്രോ ആയിട്ട് ഒന്നിക്കുന്നതിന് വരെ ബൈ.